ഹലോ ഗൈസ്, വെൽക്കം ടു വൈ ചൂസ് ഡിന്നർ. ഞാൻ ഇന്ന് 2 സവോള എടുത്തിട്ടുണ്ട്. അത് കുനുകുനാന്ന് അരിയാണ്. ശേഷം ക്യാരറ്റ് എടുത്തു, ക്യാരറ്റ് അരിഞ്ഞു. അൺഫോർച്യുനേറ്റ്ലി എനിക്കത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്യാരറ്റും അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കുറുമയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ജസ്റ്റ് കുറുമയാണ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്, ലാസ്റ്റ് അത് മുട്ടക്കുറുമയായിപ്പോയി. അപ്പോൾ കടുക് താളിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ വെജിറ്റബിൾസിനെ ആദ്യം വേവിച്ചു. അതിനുശേഷം ജാറിലോട്ട് അല്പം തേങ്ങ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ആ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ അതിനെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ചു നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വാട്ടറി മിക്സിനെ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളയ്ക്കാൻ വിട്ട് കൊടുക്കില്ല. അത് ചൂടാവുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ദോശ ചുടാൻ പോവാണ്. ഇന്ന് ഡിന്നറിന് ദോശയും കുറുമക്കറിയുമാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അപ്പോൾ ദോശയും കുറുമക്കറിയും എല്ലാം റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ബ്രദർ മുട്ട വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ചേട്ടൻ മുട്ട വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയും കൂടെ ഇട്ട് ഒരു മുട്ടക്കുറുമ, എൻ്റെ സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന്. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കറിയാണ്. ഇന്നലെ ഡിന്നർ ചെയ്തപ്പോഴത്തേക്ക് മനസ്സിൽ തോന്നിയ ഒരു കറിയാണ് മുട്ടക്കുറുമ. അപ്പോൾ മുട്ടക്കുറുമയ്ക്ക് മുട്ട വേവിക്കണം. ആ സമയത്ത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദോശയ്ക്ക് പകരം ഇഡ്ഡലി ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഇഡ്ഡലി തട്ട് വയ്ക്കുന്നതിൻ്റെ താഴോട്ടായിട്ട് മുട്ടയിട്ട് വേവിക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇഡ്ഡലി തട്ടും വച്ച് കൊടുക്കുകയാണ്. ഗ്യാസ് ലാഭിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ദോശ ചുടുന്നത് സ്റ്റോപ്പ് ചെയ്തു. അത് മാത്രമല്ല, ഇഡ്ഡലി ആകുമ്പോൾ അവിടെ ഇരുന്ന് വേവും. അങ്ങനെ ഞാൻ നേരത്തെ ചുട്ടു വെച്ച ദോശ ഞാനെടുത്ത് കഴിക്കുകയാണ്. ആൻഡ് ട്രൂത്തായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കറി കൊള്ളായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കറി പോലെ അല്ലായിരുന്നു, ഇന്നലത്തെ കറി കൊള്ളായിരുന്നു. അപ്പോൾ ഇഡ്ഡലി വേവുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സീരിയലായിട്ടുള്ള 5 സുന്ദരികൾ സീരിയൽ ടി വിയിലിരുന്ന് കാണുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മോഡ് എന്ന് പറയുന്നത് കോമഡി മോഡൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. എനിക്കിഷ്ടം ഈ ഗോസ്റ്റ് മോഡും അതുപോലെ തന്നെ ഈ സൈക്കോ ത്രില്ലർ മോഡൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സീരിയലിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ഗോസ്റ്റാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ സീരിയൽ ഇഷ്ടമാണ്. ഞാൻ ഈ സീരിയൽ മാത്രമേ കാണാറുള്ളൂ. അങ്ങനെ ഞാൻ 5 സുന്ദരികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ മുട്ടക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുട്ടക്കുറുമ നല്ല രസമുണ്ടല്ലേ. മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല പനി പോലത്തെ ഇഡ്ഡലി പ്ലസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ പ്ലസ് എൻ്റെ സ്വന്തം മുട്ടക്കുറുമ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. വൈച്ചു സ്പെഷ്യൽ മുട്ടക്കുറുമ. ബൈ.